മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ കള്ളാടി മീനാക്ഷി പാലത്തിന് തൊട്ടരികിലായാണ് ഈ അർഷിത എന്ന യുവതിയുടെ വീട്. ഈ വീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വലിയ തോതിൽ മണ്ണും കല്ലും മറ്റ് ഈ നിർമ്മാണത്തിനായി ഉപയോഗിച്ച അവശിഷ്ടങ്ങളടക്കം ഒഴുകി വന്ന ഈ വീടിന് പകുതിയോളം തന്നെ മൂടിയിരിക്കുന്ന ഒരു ദൃശ്യമാണ്. ഈ സമീപത്ത് നിന്ന് 50 മീറ്റർ അകലെയായി ഈ കാണുന്ന മണ്ണുമാന്തി യന്ത്രം കാണാം. ഇതിന് അടിയിൽ നിന്നാണ് ഇന്ന് രാവിലെ മറ്റൊരു തൊഴിലാളിയുടെ കൂടി മൃതദേഹം കണ്ടെടുത്തത്. പെട്ടെന്നുണ്ടായ ആ ഒരു ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് അർഷിതയും ഭർത്താവ് സഹദും. അവരുടെ വീട് ഒരു ഭാഗം ഭാഗികമായി തന്നെ തകർന്നു പോയിട്ടുണ്ട്. വലിയ മണ്ണും കല്ലും പാറകളും ചളിയുമൊക്കെ വന്നടിഞ്ഞ വീടാണ്. ഈ വീടിനകത്തേക്ക് പോയാൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. വലിയ ഭീകരമായ ദൃശ്യങ്ങളാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. ഈ വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം ആ ദുരന്തത്തിൻ്റെ മണ്ണിടിച്ചിലിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഈ ദൃശ്യങ്ങളിലേക്ക് പോയാണ് മനസ്സിലാവുക. ഈ വീടിൻ്റെ പിൻഭാഗത്തുള്ള വർക്ക് ഏരിയ ഉള്ള റൂമാണിത്. ആ ഭാഗത്തേക്കാണ് എതിർഭാഗത്ത് നിന്ന്, അതായത് ഈ വീടിൻ്റെ വർക്ക് ഏരിയയുടെ ആ ഭാഗത്ത് നോക്കിയാൽ കാണാം എതിർഭാഗത്ത് ഇപ്പോഴും JCB-കൾ ഉപയോഗിച്ച് തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നലെ 11:34 ഈ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള മണ്ണും ചെളിയും പാറക്കല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ ഈ വീടിനകത്തേക്ക് വന്ന് അടിച്ച് കയറുകയായിരുന്നു. അങ്ങനെ വന്ന് അടിഞ്ഞു കൂടിയ മണ്ണ് ഈ റൂമിനകത്ത് കിടക്കുകയാണ്. മാത്രമല്ല വലിയ കല്ലുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ നശിച്ചുപോയി. ആ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ വീട്ടിലെ അർഷിതയുടെ ഭർത്താവ് സഹദ്, ഒരു കുഞ്ഞ്, ഇത്ര ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് ഇവരുടെ അടുക്കള മാത്രമാണ്, അടുക്കളയുടെ ഈ ഒരു ഭാഗം മാത്രമാണ് ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ളത്. പക്ഷേ അങ്ങോട്ടേക്ക്, അതായത് ഈ വീടിൻ്റെ ഹാളിലേക്കും അതുപോലെ തന്നെ മറ്റ് റൂമുകളിലേക്കും മുൻഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ മനസ്സിലാകും എന്തൊരു ഭീകരമാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത്. ഈ റൂമിനകത്തേക്ക് വരെ വലിയ തോതിൽ മണ്ണും ചളിയും വന്ന് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. നിമിഷം നേരം കൊണ്ട് സംഭവിച്ച ഈ ദുരന്തത്തിൽ ഇവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ എന്നുള്ളതാണ് വസ്തുത. ഇത് ആ വീടിൻ്റെ ഹാളാണ്. ആ ഹാളിനകത്ത് മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. സഹദ് ഇവിടെയുണ്ട്. ഇതിപ്പോൾ 10 അടിയിലേറെ ഉയരമുള്ള റൂമാണ്. ഇതിപ്പോൾ എന്താണ് സഹദ് ഇവിടുത്തെ സ്ഥിതി? ഇത് ഹാളാണല്ലേ? ഇതാണ് ഹാള്. നിലവിൽ ഇത് സംഭവിക്കുമ്പോൾ ഞാൻ പുറത്തായിരുന്നു, ഈ സിറ്റ് ഔട്ടിൽ ഇവിടെ. അതായത് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഈ സിറ്റ് ഔട്ടിൽ ഇവിടെ ഈ ഗിൽസ് പിടിച്ച് ഇവിടെ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. ഒരു ഭയങ്കര സൗണ്ട് കേട്ട് ഞാൻ പുറത്തേക്ക് മേലേക്ക് നോക്കുമ്പോഴാണ് മേലെ നിന്ന് വണ്ടിയൊക്കെ റിവേഴ്സ് ചെയ്തിട്ട് പോകണം. ടാങ്കർ ലോറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിവേഴ്സ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടപ്പോൾ ഞാൻ എന്തോ ആക്സിഡൻ്റ് ആണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ തന്നെ പിന്നെ ഒരു വേറെ ശബ്ദവും കൂടെ വന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വരുന്നത്. പക്ഷെ എന്തോ വെള്ളം ഒഴുകി വരുന്നത് വിചാരിച്ചിട്ട് ഞാൻ ഈ ഗേറ്റ് പൂട്ടി, ഈ ഗിൽസ് പൂട്ടി നിൽക്കുന്ന ആ സമയത്ത് എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ പിന്നെ വെള്ളവും ചളിയും കൂടെ അടിച്ച് റൂമിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഞാൻ അപ്പുറത്തേക്ക് ഹൈറ്റിലേക്ക് കയറി നിന്ന് അപ്പോൾ തന്നെ പിന്നെ ഒരു സെക്കൻഡോട് ഇത് നിന്നു. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോഴാണ് ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ എൻ്റെ മോനെ കാണില്ല. അപ്പോൾ ഞാൻ മോനെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ചെറിയൊരു ഭാഗമുണ്ട്, അവിടെ മാത്രം മണ്ണ് കയറാത്തുള്ളൂ കിച്ചണിൽ. അവന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവനെ കൂട്ടിയപ്പോൾ വൈഫ് പുറത്ത് ബാത്റൂമില്ല. ഈ ഒരു ഭാഗം കിച്ചൻ്റെ ബാക്ക് സൈഡിൽ അത് മാത്രമേ ഇവിടെ പോകാത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ അതിലുള്ളതുകൊണ്ട് അപ്പോൾ അവരെയും കൂട്ടി നേരെ പുറത്തേക്ക് പോകുമായിരുന്നു. അവിടെ നേരെ ഇറങ്ങി ഓടി. പിന്നെ ഇവിടെ നിൽക്കുക, പിന്നീട് എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഇറങ്ങി ഓടി വരെ മേലെ കൊണ്ടുപോയി. ഫുള്ള് ഡ്രസ്സൊക്കെ ഫുള്ള് പോയിരുന്നു. ചെടിയുടെ ആഘാതത്തിലാണ് ഈ ചുമരൊക്കെ മുകൾ ഭാഗം വരെ. ഇത് ഫുൾ അവിടെ ഇത് റൂമായിരുന്നു. ഇത് റൂമാണ്. പിന്നെ ഈ റൂമിൻ്റെ ജനലാണ് ഇവിടെ വന്ന് കിടക്കുന്നത്, ആ റൂമിൻ്റെ ജനൽ. പിന്നെ ഇപ്പുറത്ത് ഒരു റൂമുണ്ട്. ഇതിങ്ങനെ ആയത് പിന്നെ രണ്ടാമത് തിരിച്ചു വന്നു. എൻ്റെ വണ്ടീൻ്റെ ചാവി ഇവിടെ മിസ്സായിപ്പോയി. അവിടെ റോഡിൽ എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, അത് അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചാവി എടുക്കാൻ വേണ്ടി തിരിച്ച് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഞാനൊരു റെസ്ക്യൂ ടീമും കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ആയി അപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഇത്ര ചിന്തിച്ചില്ല. എൻ്റെ മോനെ വൈഫിനെ സേവ് ചെയ്യുക മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓടി പിന്നെ രണ്ടാമത് വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ നശിച്ചതും വീടിങ്ങനെ പോയതൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ അർഷിതയുടെ ഭർത്താവാണ്. അർഷിതയുടെ വീടിനകത്താണ്. ഇത് അവരുടെ വീടിന് സെൻട്രൽ ഹാളിൽ തൂക്കിയിട്ടിരുന്ന ലൈറ്റാണ്. ഫാൻ കാണാം. ഈ എതിർഭാഗത്തായിട്ട് ഈ ഹാളിലുണ്ടായിരുന്ന ഡൈനിങ് ടേബിൾ അടക്കമുള്ള മറ്റ് വീട്ടിലെ ഗൃഹോപകരണങ്ങളൊക്കെ നശിച്ചുപോയി എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടകരമായി പറയേണ്ട ഒരു സാഹചര്യം. ഇവിടെ ഒരു ആർച്ച് ഉണ്ടായിരുന്നോ? ഇവിടെ ഇങ്ങനൊരു വാതിലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ചുമരുണ്ട്. ഈ റൂമിലേക്കുള്ളൊരു എൻട്രൻസ് ആയിരുന്നു ഇവിടെ. ഇത് ഗ്ലാസ് ആണോ? ചില്ല
ഇതൊരു കണ്ണടയും പിന്നെ അടിയിലൊരു സ്റ്റാൻഡും ഉണ്ടായിരുന്നു. ഇവിടെ എൻ്റെ ഫോണ്, പിന്നെ എൻ്റെ വൈഫിൻ്റെ ഫോണ്, എൻ്റെ പേഴ്സ് ഒക്കെ ഇതിൻ്റെ മുകളിലാണ് വെച്ചത്. സമയം കിട്ടി അതൊന്നും എടുക്കാനുള്ള സമയമില്ല, ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെയായി. പിന്നെ രണ്ടാമത് പിന്നെ ഞങ്ങൾ റെസ്ക്യൂ ആയിട്ട് വന്ന് എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഫോൺ കിട്ടിയിട്ടില്ല. ഫോണും ഇതൊക്കെ ഇപ്പോഴും മിസ്സിങ്ങാണ്. വൈകുന്നേരം എൻ്റെ ഫോണ് വൈകുന്നേരം റിങ് ചെയ്തു, പിന്നെ അത് സ്വിച്ച് ഓഫ് ആയി. പിന്നെ രണ്ടാമത്തെ വർഷം വന്നിട്ട് ഞങ്ങൾ അടിച്ചു നോക്കി വിടുന്നു, പക്ഷേ റിങ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് കേൾക്കുന്നില്ല. ചിലപ്പോൾ അടിയിലായിരിക്കും, പക്ഷേ ഫോൺ കിട്ടിയിട്ടില്ല. ഇതിലായിട്ട് ഒന്നും കിട്ടിയില്ല. ഞങ്ങളെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫുൾ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ആധാരം, അവരുടെ മക്കളെ പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത്. അവർ ഉംറയ്ക്ക് പോയി തന്നെ അവരെ അത്യാവശ്യമായിട്ട് ഡ്രസ്സ് മാത്രമേ അവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളൂ. അവർ സഹദിൻ്റെ ഭാര്യ പിതാവ് അഷ്റഫും ഭാര്യയും കൂടി ഉംറയ്ക്ക് പോയത് ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ്. അതിനെ തുടർന്നാണ് ഈ വീട്ടിലേക്ക് സഹദ് എത്തിയത്. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും. വലിയ ആഘാതത്തോടു കൂടി വന്നു പതിച്ച കല്ലും മണ്ണും ചെളിയും എല്ലാം കൂടി ചേർന്ന് ഈ വീടിൻ്റെ ഈ ഭാഗത്തെ ചുമരടക്കം തകർന്ന് തരിപ്പണമാക്കിയിരിക്കുന്നു. വലിയ മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് സംഭവിച്ച ഈ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് അത്ഭുതകരമായി തന്നെയാണ് ഇവർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ ആ ഭയം നിഴലിക്കുന്നത് നമുക്ക് കാണാം. ഈ എതിർഭാഗത്ത് നിന്നാണ് ഈ ഹിറ്റാച്ചി തിരച്ചിൽ നടത്തിയത്. ആ ഭാഗത്താണ് ഇന്ന് രാവിലെ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഈ ചുമരും ഒപ്പം മാത്രമല്ല വീട്ടിലെ മറ്റ് എല്ലാ ഗൃഹോപകരണങ്ങളും തകർന്നു പോയി. ഒരു സാധനം പോലും ബാക്കി കിട്ടിയില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ സഹദ് ഇപ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത്. എന്താണ്? എൻ്റെ മോന് തൊട്ട് മുമ്പ് ഈ റൂമിൽ നിന്നായിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ടാബിൽ. അപ്പോൾ അതിൽ ചാർജ് തീർന്നുകൊണ്ടാണ് അവൻ ടാബ് ചാർജിനിട്ടിട്ട് പുറത്തേക്ക് എൻ്റെ അടുത്തേക്ക് വന്നത്. ഈ ഒരു സമയം വരെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇത് വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണ് നേരെ അവൻ ഉള്ളിലേക്ക് ഓടിയത്. ഉള്ളിലോടി അവനെ നേരെ അടുക്കളയിലേക്ക് പോയി നിന്നുകൊണ്ട് സേഫായി. മറിച്ച് കൂടി എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മണ്ണിൻ്റെ അടിയിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും കിട്ടിയില്ല. ഇപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുള്ളൊരു ആരെങ്കിലും തലേന്ന് പറയില്ല, റെഡ് അലർട്ട് പ്രഖ്യാപിക്കുക, ഒരു മുന്നറിയിപ്പും കിട്ടിയില്ല. അതായത് ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു റൂമുണ്ട്, എതിർഭാഗത്തൊരു റൂമുണ്ട്. ആ രണ്ട് റൂമുകളും ചുമരടക്കം സമ്പൂർണ്ണമായി തന്നെ മുഴുവനായും തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്, ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ലല്ലേ സഹദേ? എന്താ പറയാനുള്ളത്? ഇല്ല, ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കിട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ, അൾമാറിൻ്റെ മുകളിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് നനയാത്തത്. കാരണം അത് ബ്ലാങ്കറ്റ്, ഉപയോഗിക്കാത്ത ബ്ലാങ്കറ്റ്, അങ്ങനെ എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ ഉപയോഗിക്കാത്ത കുറച്ച് ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളിപ്പോൾ അടുക്കള കിച്ചണിൽ ഒരു ഭാഗത്ത് കണ്ടത്. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സ് ഒക്കെ വെള്ളത്തിൽ ചളിയിലായി പോയി. എൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാണ് എനിക്കും എൻ്റെ വൈഫിനും മോനുള്ള ഡ്രസ്സ് തന്നത്. അവരെ ഡ്രസ്സ് ഇട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. അതായത് മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഉടുതുണിയോടുകൂടി വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് സഹദിൻ്റെ ഭാര്യ അർഷിതയും കുഞ്ഞും ആ ദുരന്തത്തിൽ പെടാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഈ ഭാഗത്തേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയായിരുന്നു ആ ദുരന്തം സംഭവിക്കുമ്പോൾ സഹദ് ഉണ്ടായിരുന്നത്. ഇത് ആ വീടിൻ്റെ ഹാളിലേക്ക് കയറുന്ന ഒരു ഭാഗമാണ്, സിറ്റ് ഔട്ടാണ്. ആ സിറ്റ് ഔട്ടിൻ്റെ മുൻഭാഗത്ത് വരെ ചളി വന്ന് അടിഞ്ഞുകൂടി. ഭാഗ്യം കൊണ്ട് മാത്രം അടുക്കളയുടെ പിൻഭാഗത്തൊരു ഭാഗത്ത് ആ കുഞ്ഞുണ്ടായിരുന്ന സ്ഥലവും സഹദിൻ്റെ ഭാര്യ അർഷിതയുണ്ടായിരുന്ന സ്ഥലത്തേക്കും മണ്ണ് എത്തിയില്ല. സഹദ് ആ സംഭവം കണ്ട സമയത്ത് തന്നെ, ദുരന്തമുണ്ടായ സമയത്ത് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ മന്ത്രിമാരോട് സംസാരിച്ചോ? എന്താ വീടിൻ്റെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എന്താ പറയുന്നത്? ഞാൻ അനിൽകുമാർ സ്റ്റേറ്റ് സംസാരിച്ചിരുന്നു. ഇപ്പോൾ പുള്ളി എല്ലാ കാര്യങ്ങളും അതിനെ സംവിധാനം ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് DSP ഉണ്ടായിരുന്നു, പുള്ളിനെ വിളിച്ച് പുള്ളിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരിപ്പോൾ ഉംറയ്ക്ക് പോയിട്ട് അവർ തിരിച്ചു വന്നാൽ അവർക്ക് താമസിക്കാനൊരു സ്ഥലമില്ല, ഇതല്ലാണ്ട് വേറെ സ്ഥലമില്ല അവർക്ക് താമസിക്കാൻ. അവർ ഇന്നലെ ഇവിടെ എന്തായിട്ട് വാസി യോഗയല്ലേ ഇപ്പോൾ ഈ കണ്ടീഷനിൽ അവർ വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു വെച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് നിങ്ങൾ റെൻ്റ് റൂം എടുത്തോ, റൂം അറേഞ്ച് ചെയ്തോ, അങ്ങനെ സംവിധാനങ്ങൾ ഗവൺമെൻറ് ചെയ്തു തരാം. പിന്നെ അവിടുന്ന് DSP അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മിനിസ്റ്ററിനെ കാണാൻ പറഞ്ഞു. പിന്നെ MLA എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ പിന്നെ വേറെ ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ MLA ഓഫീസിലേക്ക് വരാനും അവിടെ കൽപ്പറ്റ കോൺടാക്ട് ചെയ്യാൻ മതി പറഞ്ഞു. പ്രവാസിയായ അഷ്റഫ് ഒരായുസ് മുഴുവൻ ഗൾഫിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച സമ്പാദ്യമാണ് നിമിഷ നേരം കൊണ്ട് ആർത്തലച്ചു വന്ന മണ്ണിടിച്ചിലിൽ നഷ്ടമായത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ സമയത്ത് മകൾ അർഷിതയും മരുമകൻ സഹദും കുഞ്ഞും രക്ഷപ്പെട്ടത്. ഇനി അവർ ഉംറ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എവിടെ താമസിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ്. അധികൃതർ ഇത് കണ്ണു തുറന്നൊന്ന് കാണണം. അതിന് വേണ്ട ശാശ്വത ഇടപെടലുകൾ ഉണ്ടാവണം. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.